ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ കോന്നല്ലൂർ എന്ന സ്ഥലത്തുള്ള മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. വീടിൻ്റെ കോമ്പൗണ്ട് വാളും ഗേറ്റുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെയിൻറ്റിങ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 15 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ജാഫർ നസീറ ദമ്പതികളുടേതാണ് ഈ മനോഹരമായിട്ടുള്ള വീട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റ് ആൻഡ് കളർ കോമ്പിനേഷനിലാണ് എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് 3 നാച്ചുറൽ പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ 4 പില്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു പില്ലറിൽ ടെക്സ്ചറൽ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള ഈ ഒരു സിറ്റ് ഔട്ടിൽ 2 സൈഡിലായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റും 2 വുഡന്റെ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലാണ്. ഇതിന്റെ ഫ്രെയിം വന്നിട്ട് ഇരുളും ഡോറ് മഹാഗണി വുഡിലുമാണ് ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നത് തന്നെ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് വിനീറിലാണ്. സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലുള്ളൊരു റെഡിമെയ്ഡ് സോഫയും ടീ ടേബിളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സീലിംഗിൽ സിമ്പിളായിട്ട് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയനെ സെപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക് ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. 6 ചെയറോട് കൂടിയിട്ടുള്ള റെഡിമെയ്ഡ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടേബിളിന്റെ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയന്റെ ഈ ഒരു പോർഷന് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. അവിടെ നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പെറഗോള ഡിസൈനുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിലൂടെയാണ് സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലേക്കുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പുത്തനത്താണിയുള്ള സ്റ്റൈലോ എന്ന് പറഞ്ഞ ഷോപ്പ് എന്നാണ് കേട്ടോ. ഡൈനിങ് ഏരിയന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. TV യൂണിറ്റിന്റെ ഈ ഒരു സീലിംഗിലായിട്ട് സിമ്പിൾ സീലിംഗ് വർക്കും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ടിവിയുടെ 2 സൈഡിലായിട്ട് സിമ്പിൾ നിഷുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ. അത് മെയിൻ ഡോറിന്റെ അതേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കിഡ്സിന്റെ ബെഡ്റൂം ആണ്. നല്ല ഭംഗിയുള്ളൊരു കിഡ്സ് ബെഡ് കോട്ടും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സീലിംഗിലൊക്കെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് അയൺ സ്പേസും കൂടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം മൾട്ടിവുഡിൽ മൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്തതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ജാഗോർ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ വാളില് ഗ്ലോസി ടൈലും അതുപോലെ തന്നെ താഴെയായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടും ഈ ഒരു കോർണറിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബ് ചെയ്തിട്ടുള്ളത്. എല്ലാ വാൾഡ്രോബും മൾട്ടിവുഡിൽ മൈക്കൊടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. താഴെയുള്ള എല്ലാ ബാത്റൂമും ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിന്റെ ഏരിയ കേട്ടോ. വാഷ് ബേസിന്റെ ഏരിയ നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് അത്ര ഭംഗിയാക്കിയിട്ടുള്ളത്. സർക്കിൾ രൂപത്തിലുള്ള ഒരു മിററും അതിന്റെ സൈഡിലൊക്കെ LED ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ക്വയർ രൂപത്തിലുള്ള വാഷ് ബേസിനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമും കിച്ചണും വരുന്നത്. അതിന്റെ സെൻട്രലായിട്ട് ഈ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇത്ര ഭംഗിയാക്കിയിട്ടുള്ളത്. അതിന്റെ സെൻട്രലായിട്ട് സ്പോട്ടിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു വോളൊക്കെ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ടിന്റെ 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. ആ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിച്ചൺ വരുന്നത് കേട്ടോ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒറ്റ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോഡുലാർ കിച്ചണും വർക്കിംഗ് കിച്ചണും ഒന്നായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡുലാർ കിച്ചണിന്റെ സീലിംഗിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ടോൾ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് യൂണിറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഓപ്പൺ ക്രോക്കറി ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് എയർ ഫ്രയറും ഓവണും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് ലോണ്ടറി യൂണിറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സ്റ്റൗവിന്റെ സ്പേസ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് കുഞ്ഞു വാഷ് ബേസിനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ടാപ്പാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കട്ട്ലറി യൂണിറ്റ് ആണ് അതിന്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് സ്പേസ്, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കിച്ചണിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ സെൻട്രലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്ലാബ് വാർത്തിട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ടും യൂസ് ചെയ്യാം. ഇതിന്റെ ടോപ്പിലായിട്ടും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിന്റെ സീലിംഗിലായിട്ട് 2 സിമ്പിൾ ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചിമ്മിനിയോട് കൂടിയിട്ടുള്ള പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് കുഞ്ഞു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു സിങ്ക് കൊടുത്തിട്ടുള്ളത്. 2 ഹോളുള്ള വലിയൊരു സിങ്ക് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഫുള്ളായിട്ട് ഗ്രില്ലായതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട്. ഒറ്റ കിച്ചണായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുള്ളത് മാർബിളിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന കട്നി മാർബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെയിലിൽ ചെയ്തിട്ടുള്ളത് ഇരുളും GI പൈപ്പും ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലായിട്ടുള്ള സീലിംഗിൽ ഗ്ലാസ് വർക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലൊക്കെ പെർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലും സിംഗിൾ വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണാൻ തന്നെ പറ്റുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാളിലേക്കാണ്. അതിൻ്റെ സീലിങ്ങും നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ താഴെയായിട്ട് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും കബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോം ടൂർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന പ്ലാന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഈ വീടിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും അല്ലേ, പുതിയ പുതിയ മോഡലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുതിയ വീടുണ്ടാക്കുന്ന കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീട് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.